നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കൃഷ്ണശിലയായി എന്ന എൻ്റെ പരമ്പരയിലെ 326ാമത്തെ എപ്പിസോഡാണിത്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് പ്രശസ്തിയിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു നല്ല നടൻ ശ്രീ അനിൽ നെയ്യാറ്റിങ്കരെ കുറിച്ചിട്ടാണ്. ഒരു 1.5 വർഷത്തിന് മുമ്പാണ് അദ്ദേഹം ഒരു ആൽബം ചെയ്ത ശേഷം അതിൻ്റെ വിഷ്വൽസൊക്കെ കാണിച്ച് എനിക്ക് എഴുതുന്നതും ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നതും. അങ്ങനെ ഒരു സായം സന്ധ്യയിൽ അദ്ദേഹം എൻ്റെ വീട്ടിൽ എന്നെ കാണാൻ വരികയാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്ക്രിപ്റ്റ് എഴുത്തും ഷോർട്ട് ഫിലിമും അതിനെക്കുറിച്ചിട്ടൊക്കെ ചിന്തിച്ചും അതെങ്ങനെ പരിസമാപ്തിയിലെത്താം എന്നൊക്കെ കരുതിയിരിക്കുന്ന ഒരു സമയത്താണ് ശ്രീ അനിൽ എന്നെ കാണാൻ വരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് തെളിയിക്കുന്നൊരു ആൽബം സോങ് അത് ഞാൻ കാണുകയും അതിനെപ്പറ്റി എനിക്ക് തോന്നിയ കമൻറ്റുകൾ അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. നെയ്യാറ്റിൻകരയിൽ നിന്നും ബൈക്കോടിച്ച് ഇവിടെ വന്ന് ആ രാത്രിയിൽ ഞങ്ങളുടെ സൗഹൃദം പുതുക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിനയ മേഖലയിലുള്ള എക്സ്പീരിയൻസൊക്കെ എന്നോട് പറയുകയൊക്കെ ചെയ്തു. അന്നും ഇന്നും ഞാനിതുവരെ പ്രോജക്റ്റൊന്നും ചെയ്തിട്ടില്ല. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. നടക്കാതിരിക്കാം എങ്കിലും വിശ്വാസപൂർവ്വം മുൻപോട്ട് പോകുന്നു. കുറേയധികം സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. ചെറുതും വലുതുമായിട്ടുള്ള കുറേ വേഷങ്ങൾ. അഭിനയത്തോടുള്ള അഭിനിവേശം, ഒരു നടനാകാനുള്ള മനസ്സിൻ്റെ ഉൾവിളി, ഇതെല്ലാം കൊണ്ട് അദ്ദേഹം അശ്രാന്ത പരിശ്രമം തന്നെയാണ് നടത്തുന്നത്. നല്ല ക്യാമറ ഫിഗറും നല്ല അഭിനയ മികവുമൊക്കെയുള്ള ഒരു കലാകാരൻ. തീർച്ചയായും മലയാള സിനിമയിൽ അദ്ദേഹത്തിന് സ്ഥായിയായ ഒരു സ്ഥാനം ഉണ്ടാവും എന്നതിൽ സംശയമില്ല. വെറുതെ പറഞ്ഞു പോകുന്നതല്ല. അദ്ദേഹം അഭിനയിച്ച വീഡിയോകളും ഷോർട്ട് ഫിലിമുകളും അതുപോലെ അദ്ദേഹം അഭിനയിച്ച ചെറുതും വലുതുമായിട്ടുള്ള കുറേയധികം സീരിയലുകളും ചില സിനിമകളുമൊക്കെ കണ്ടപ്പോൾ ഒരു അഭിനേതാവ് എങ്ങനെയായിത്തീരണം, ഏത് തരത്തിലാവണം, അതിനോടുള്ള ഒരു സമീപനം തീർച്ചയായും അദ്ദേഹത്തിന് ലക്ഷ്യസ്ഥാനത്തെത്തും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകോത്തരരായ ഒരുപാട് നടന്മാരും അവരുടെ കരിയർ തുടങ്ങുന്ന കാലത്ത് വളരെയധികം ക്ലേശങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഈ കലാകാരനെ തൊട്ട് തലോടി പോകാതെ മലയാള സിനിമാ രംഗം അദ്ദേഹത്തിന് വേണ്ടത്ര ചാൻസുകൾ നൽകണം എന്നതാണ് എൻ്റെ അഭ്യർത്ഥന. ഒരു കലാകാരനെ വളർത്താൻ ഭാവിയിൽ എന്തായിത്തീരും എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഒരു കലാകാരനെ ഉന്നതിയിലെത്തിക്കാൻ മറ്റൊരു കലാകാരൻ ശ്രമിക്കുക തന്നെ വേണം. 31/5/1979 നെയ്യാറ്റിൻകരയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. വിദ്യാഭ്യാസത്തിന് ശേഷം ചില സീരിയലുകളിലും മറ്റും അഭിനയിച്ചു. ISROയിൽ 15 വർഷത്തോളം കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ അദ്ദേഹം ജോലി ചെയ്തു. അരനാഴിക നേരം, നോക്കത്ത ദുരത്ത്, മാലയോഗം തുടങ്ങിയ സീരിയലുകളിൽ അദ്ദേഹം അഭിനയിച്ചു. ഒരു വിരൽ സ്പർശം എന്ന ആൽബത്തിലെ നായകനാണ് അദ്ദേഹം. അതേപോലെ ജീനസ് ഹാൻസ് എന്ന തുടങ്ങിയ ഷോർട്ട് ഫിലിം അദ്ദേഹം നല്ല റോളുകളിൽ അഭിനയിക്കുകയുണ്ടായി. പച്ചപ്പ്,
ലെപ്പേഡ്, രഘു തുടങ്ങിയ ചിത്രങ്ങളിൽ രഘു 2 ഇഞ്ച് എന്നുള്ള ചിത്രത്തിലും ഒക്കെ അദ്ദേഹം അഭിനയിക്കുകയുണ്ടായി. ഇപ്പോൾ നൃത്തത്തിലും കൊറിയോഗ്രാഫിയിലും ഒക്കെ കഴിവ് തെളിയിക്കുന്ന ഒരു നല്ല കലാകാരൻ. ഇപ്പോഴും സീരിയലുകളോടും സിനിമയോടുമൊക്കെ ഒട്ടും മങ്ങാത്ത ഒരുപാട് താല്പര്യം അദ്ദേഹത്തിൽ തെളിയുമ്പോൾ എനിക്ക് തോന്നുന്ന ഒന്ന്, മലയാള സിനിമയ്ക്ക് അദ്ദേഹം ഒരു മുതൽക്കൂട്ടാണ്. സംവിധായകരും നിർമ്മാതാക്കളുമെല്ലാം അദ്ദേഹത്തിന് അവസരം കൊടുക്കണം. കഴിവുള്ള ഒരു കലാകാരനാണ്. ഒരു വിരൽ സ്പർശം എന്നുള്ള ആൽബം, അതിലെ ആ സോങ് പിക്ചറൈസേഷനിൽ അദ്ദേഹത്തിൻ്റെ അഭിനയം നമ്മളെ അതിശയപ്പെടുത്തും. അത്രമാത്രം മികവുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിനയം. വെറുതെ പറഞ്ഞു പോകുന്നതല്ല. നന്മ അല്ലെങ്കിൽ നല്ലത് എവിടെ കണ്ടാലും നമ്മളത് അംഗീകരിക്കണം. അവർക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കണം. അവർ തീർച്ചയായും ഉയർന്നു വരികയും ചെയ്യും. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടിയെത്തുന്നത് നമ്മുടെ മലയാള സിനിമയുടെ ആദ്യ നായകനായ ശ്രീ തെക്കുറിശ്ശി സുകുമാരൻ നായരെ, തെക്കുറിശ്ശി ചേട്ടനെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ വെച്ചും ചിത്രീകരണ സ്ഥലത്ത് വെച്ചുമൊക്കെ കാണുകയും സംസാരിക്കുകയും നിരവധി തവണ. എൻ്റെ ഒരു തിരക്കഥയ്ക്ക് ആമുഖം എഴുതിയതും ശ്രീ പത്മശ്രീ തെക്കുറിശ്ശി സുകുമാരൻ നായരാണ്. അപ്പം അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം, എത്രത്തോളം അവഗണിക്കപ്പെടുമോ, എത്രത്തോളം നമ്മളെ മാറ്റി നിർത്തുമോ, അപ്പോൾ നമ്മൾ കരുതണം നമ്മുടെ വളർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒന്നിലും പതറരുത്. ആർക്ക് ചെയ്യാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ ചിന്തയും നമ്മുടെ രീതികളുമായിട്ട് മുന്നോട്ട് പോവുക. എന്തെങ്കിലും നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. എന്നെ കണ്ടില്ലേ, ആദ്യകാലത്ത് എന്തെല്ലാം വൈതരണികൾ കടന്നാണ് ഞാൻ സിനിമയിൽ ശോഭിച്ചത്. ഇന്ന് പ്രായം ഒത്തിരി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും അഭിനയത്തോടുള്ള ആവേശം, അഭിനയത്തോടുള്ള കമ്പം ഇന്നും എന്നിൽ നിന്നും മാഞ്ഞിട്ടില്ല. നിങ്ങൾ പരിശ്രമിക്കൂ. നിങ്ങളുടെ തിരക്കഥ ഞാൻ വായിച്ചതല്ലേ. നിങ്ങൾക്ക് ഒരു സംവിധായകനൊക്കെ ആകാൻ കഴിയും. എപ്പോൾ എങ്ങനെ തുടങ്ങണം, എപ്പോൾ എങ്ങനെ മാറണം എന്നൊക്കെ ചിന്തിക്കേണ്ടത് നാമാണ്. ഒരു പ്രയാസം വരുമ്പോൾ ഇട്ടെറിഞ്ഞു പോകാതെ ആ പ്രയാസങ്ങൾ ഏറുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ വളർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇത് ഞാൻ പറയാൻ കാര്യം, അനിൽ നെയ്യാറ്റിൻകരയെ കണ്ട് സംസാരിച്ചതും അദ്ദേഹം മിക്കവാറും ഫോൺ ചെയ്യാറുണ്ട്, ഫേസ്ബുക്കിൽ എഴുതാറുണ്ട്. ഇതൊക്കെ ചെയ്യുമ്പോഴും കുറേ നാളായി അദ്ദേഹത്തെക്കുറിച്ചൊരു എപ്പിസോഡ് ചെയ്യണം എന്ന് ചിന്തിക്കാൻ തുടങ്ങിയിട്ട്. അത്ര മികവും കഴിവുമുള്ള ഒരു കലാകാരനാണ് അനിൽ നെയ്യാറ്റിൻകര. സീരിയലുകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് തെളിയിക്കപ്പെട്ടതാണ്. ഇന്നും അദ്ദേഹം പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. എവിടെയോ ഒരു കൊടുങ്കാറ്റ് എന്ന് പറയും പോലെ ഒന്നിലേക്ക് മിന്നിത്തിളങ്ങാൻ, ഒന്നിലേക്ക് എത്തപ്പെടാൻ ചിലപ്പോൾ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ അന്ന് അംഗീകരിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളത് ഒരു വലിയ സാക്ഷ്യം തന്നെയാണ്. ആ കലാകാരന് ഇനിയും ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ, ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പുതുമുഖ സംവിധായകരും തിരക്കഥാകൃത്തുകളും ഒക്കെ അനിൽ നെയ്യാറ്റിൻകര എന്ന കലാകാരനെ പ്രോത്സാഹിപ്പിക്കണം എന്നേ ഇത്തരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. നന്ദി, നമസ്കാരം.